ഹലോ, ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് നല്ല പെടയ്ക്കണ മത്തിയും അതുപോലെ നല്ല കപ്പയും കിട്ടി. പിന്നെ ഒന്നും നോക്കിയില്ല, ഇതെല്ലാം വാങ്ങി വീട്ടിൽ വന്ന് കപ്പയെല്ലാം കഴുകി വൃത്തിയാക്കി ഞാനിതാ കുക്കറിലൊക്കെയാണ് കേട്ടോ വേവിക്കാൻ വേണ്ടി വെക്കുന്നത്. പാകത്തിന് ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 2 വിസിലടിച്ച് ആ കപ്പപ്പുഴുക്ക് റെഡിയായി. ആ സമയം കൊണ്ട് ഞാനിതാ മീൻ നന്നാക്കുക കേട്ടോ. മീൻ നന്നാക്കിയെടുക്കാൻ കുറച്ച് സമയം പെടും, കാരണം കുഞ്ഞ് മത്തിയാണ്. അങ്ങനെ മീനൊക്കെ നന്നാക്കി ഞാൻ അടിപൊളി മീൻകറി വെക്കാൻ പോവാണ് കേട്ടോ. കുടംപുളിയൊക്കെ ഇട്ടിട്ടുള്ള മീൻകറിയാണ് വെക്കുന്നത്. ആ സമയം തന്നെ ഞാൻ കുറച്ചെടുത്ത് പൊരിക്കാനും കൂടി വെക്കുന്നത് കേട്ടോ. കുഞ്ഞമ്മത്തി പൊരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മത്തിയെല്ലാം നന്നാക്കി എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ നന്നായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. എരിവാണ് സഹിക്കാൻ വയ്യാട്ട. അങ്ങനെ കപ്പപ്പുഴുക്കിൻ്റെ മീൻകറിയിൽ മണടിച്ചപ്പോൾ അകത്ത് നിന്ന് പൂച്ചകളൊക്കെ ഓടി വരുന്നുണ്ട് കേട്ടോ. അച്ചിപ്പൂച്ചയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞാനിതെല്ലാവർക്കും വാരി കൊടുക്കണം കേട്ടോ. കൈ മുറിഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ഇവരൊന്നും കേൾക്കുന്നില്ല. ഞാൻ വാരി കൊടുത്താൽ മാത്രമേ കഴിക്കുള്ളൂ എന്നാണ് പറയുന്നത്.